അപ്പൊ അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റികളും പ്രസ്ഥാനങ്ങളും അവർ ലോകത്തിന്റെ മൊത്തം വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക, റിസർച്ച് ചെയ്യും, അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും എക്സാമ്പിളിലേക്ക് പോവാം. നമുക്കറിയാം പനാമ കനാൽ, എല്ലാവരും പനാമ കനാൽ അറിയാത്ത ആരും ഉണ്ടാവില്ല. പനാമ കനാൽ എന്ന് പറയുന്നത് രണ്ട് സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. പ്രശ്നം എന്താ? രണ്ട് സമുദ്രം രണ്ട് ലെവലാണ്, ഒന്ന് താഴെ ഒന്ന് മുകളിലാണ്. അപ്പൊ കൃത്യം 80-85 കിലോമീറ്റർ ആണ് ഈ പനാമ വഴിയെല്ലാം ക്രോസ് ചെയ്താലുള്ള ലെങ്ത്. 80 കിലോമീറ്റർ ആണ് ടോട്ടൽ നീളം. ഒരുപാട് പരിപാടികളുള്ള ആ കടലിൽ ഒരു കടലിൽ നെഞ്ചോട് ചേർത്തവർക്ക് മാത്രമേ വലിയ പ്രശ്നമായിരുന്നു. ഈ ഒരു സമയത്ത് പരിഹാരം കണ്ടെത്തിയേ പറ്റും. കാരണം കഴിയുകയുള്ളൂ. ഒരു രാജ്യത്തും മറ്റൊരു രാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ 6500 കിലോമീറ്റർ താണ്ടണം. ഈ 6500 കിലോമീറ്റർ എന്നൊരു കപ്പൽ ഇപ്പോൾ പോലും ഒരു ചരക്ക് കപ്പൽ നീങ്ങുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒരു 50 കിലോമീറ്റർ വേഗതയിലാണ്. അപ്പൊ 50 കിലോമീറ്റർ വേഗതയിൽ ചരക്ക് കപ്പൽ നീങ്ങിയാൽ 6500 കിലോമീറ്റർ ദിവസം പിടിക്കുന്നു. നമ്മളൊന്നും ശരാശരി ഒരു സൈഡിലേക്ക് 3000 കിലോമീറ്റർ നമ്മുടെ നാട്. അപ്പൊ ഇത്രയും ദൂരം കപ്പലുകൾ പോകുന്ന സമയത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. കാരണം കടലിൽ ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങളൊക്കെ ഇപ്പോഴും 4-5 ദിവസം കപ്പലിൽ ആളുകള് ഫുഡ്, ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ കൊടുക്കണം. മാത്രമല്ല മെറ്റീരിയലുകൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ പറ്റാത്ത ഒരു സാഹചര്യം. ഏറ്റവും 80 കിലോമീറ്റർ ക്രോസ് ചെയ്താൽ നമുക്ക് മറ്റൊരു മനുഷ്യനോട് ചിരിക്കാൻ കഴിയാത്ത ഡെസ്റ്റിനേഷൻ എത്തിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടത് ചെയ്തുകൂടാ എന്നൊരു ചിന്ത അന്നത്തെ ഒരു സീക്രട്ട് സൊസൈറ്റിക്ക് ഒരു പ്രതീക്ഷ നമ്മുടെയൊക്കെ ഉള്ളിൽ തിരികടാതെ ഉള്ളത് കൊണ്ടാണ് തുടക്കം കുറിച്ച് 1904 തുടങ്ങിയിട്ട് 1914 അവസാനിപ്പിക്കുന്നത് 10 വർഷമാണ്. അന്നത്തെ ന്യൂസ് ഈ 10 വർഷത്തിനകത്ത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. പനാമ കനാൽ നിർമ്മിക്കുന്ന സമയത്ത് 20,000-25,000 ആളുകൾ ശ്രദ്ധിച്ചു കാണും. പകർച്ചവ്യാധി പോലും മരിച്ചുപോയി. പക്ഷെ അവർ പ്രൊജക്ട് നിർത്തിയില്ല. കാരണം എന്താ? മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഇത് വലിയ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് സൊല്യൂഷനാണ്. അങ്ങനെ അത് തുടങ്ങി 2014 അവസാനിച്ചു. ഇന്ന് പനാമ കനാൽ വഴി 14 കപ്പലുകൾ ഒരു ദിവസം കടന്നു പോകുന്നു. ഭയങ്കര ക്യൂ ആണ് അവിടെ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 60 കോടി വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന. അപ്പൊ അത് വലിയൊരു സൊല്യൂഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞത് പനാമ കനാൽ എന്ന് പറയുന്നത് ലോകത്തിലെ ചരക്ക് നീക്കവും സഞ്ചാരികൾക്ക് പോകാനും പട്ടാളത്തിൽ പോകാനുള്ള ഒരു ഈസി മെത്തേഡാണ്. അവർ ഈ 10 വർഷം കൊണ്ട് 1,00,000 കോടി രൂപ ഒരുപാട് നമ്മുടെ കൂടെ സഞ്ചരിച്ച 1,00,000 കോടി രൂപ ചെലവാക്കി ഉണ്ടാക്കിയ വലിയൊരു സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു ചിത്രത്തിന്റെ വൈകാരികമായ ഒരു തലം ഇന്റർനാഷണൽ എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ വെബ്സൈറ്റിനകത്ത് അവരുടെ സർവർ രംഗത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന 7,00,000 കോടി രൂപയാണ്. വസ്തുവും മറ്റൊരു വസ്തുവിനെ ഇവിടെ 7,00,000 സഹായിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു അപ്പൊ അത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള പ്രസ്ഥാനത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ദയവായിട്ട് മറ്റുള്ള പ്രസ്ഥാനത്തെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് വളരെയധികം പാടുന്നത് കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ഒരു ജനതയായി മൂളിപ്പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സിന് വളരെയേറെ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് നല്ല പ്രതീക്ഷകളുണ്ടാവണം. ഒരു സർവീസ് ആയിരുന്നു, ഒരു പ്രൊഡക്റ്റ് അല്ല. അത്തരത്തിലൊരു മൂളിപ്പാട്ട് കഴിഞ്ഞ ദിവസം സാർ ഈ മീറ്റിംഗിന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനോഹരമായ മൂളിപ്പാട്ട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ അതൊക്കെയാണ് ഈ പേൾവെയിൻ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വളരെ പ്രത്യേകത. എവിടെയൊക്കെയുള്ള നമ്മൾ വളരെ സ്നേഹത്തോടെ ഈ ഒരു ദിവസം കൂട്ടായി അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയിലെ വളരെ പാവപ്പെട്ട ജനങ്ങൾ മഹാഭൂരിപക്ഷമുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ മാറ്റങ്ങളെയും നമുക്ക് മനസ്സിലാക്കാം. വളരെ ചെറിയ നേരം നമ്മളിതിലൂടെ ചെറിയൊരു ആത്മാർത്ഥത കാണിച്ചു വലിയ ട്രേഡിംഗ്, വലിയ ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റിംഗ്, അതിന്റെ എല്ലാ തലങ്ങളിലേക്കും നമ്മൾ ആഴത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള പല ക്ലാസ്സുകളും നമ്മൾ പങ്കെടുത്തിരിക്കാം. ആ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ആ മേഖലയിൽ വളരെ ആവശ്യമുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. നമുക്ക് അത് വേണമോ എന്നുള്ളതാണ് ഏറ്റവും വളരെ അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് മൈസൂർ അശോകൻ സർ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് കാലമായി ഈ ഒരു മേഖലയിൽ
വളരെ സജീവമായി നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ പേൾവേലിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ 95% ശരിയായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ആധികാരികമായി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന അറിവെല്ലാം കൂടി അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ ഒരുപാട് സത്യസന്ധതയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് ചുറ്റുമാണ് ഒരു പക്ഷേ അണിചേർന്നിരിക്കുന്നത്. പല നിർദ്ദേശങ്ങളും പല സഹായങ്ങളും നമ്മൾ അദ്ദേഹത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹം കൊണ്ടും. അതുകൊണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മൈസൂർ അശോകൻ സാറാണ് നമുക്ക് ഇന്ന് ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് പണിക്കർ സാർ, അദ്ദേഹം നമ്മുടെ ഒരുപാട് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ടൈറ്റാൻ കമ്പനി വളരെ വലിയ പദവി വഹിച്ച ആളാണ്. അത് മാത്രമല്ല ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി അഡ്വൈസ് തരുന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ പഠനങ്ങളും നമുക്കൊരു എനർജി ബൂസ്റ്റാണ്. അദ്ദേഹമാണ് നമുക്ക് രണ്ടാമത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ ചേർന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഞാൻ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഈ 8:30 മീറ്റിംഗ് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾ ഈ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വരികയും ജോയിൻ ചെയ്യുകയും ചെയ്യുക. കാരണം നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമുക്ക് നമ്മുടെ അപ്ലൈനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ബിസിനസ്സാണ്. നമ്മൾ ഒരു ചെറിയൊരു കട തുടങ്ങിയാൽ പോലും അയൽപക്കത്തുള്ള ആളുകൾ വന്ന് നമ്മളെ അല്പസമയം സഹായിക്കുമെന്ന് മാത്രമേ അത് നമ്മൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ലീഡേഴ്സ് ഇന്ന് വന്നു ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട മൈസൂർ അശോകൻ സാറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സാർ പ്ലീസ് വെൽക്കം സാർ പ്ലീസ്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ കാലമാണ്. അതുകൊണ്ട് ക്രിപ്റ്റോ കറൻസിന്റെ കൂട്ടത്തിൽ PVC മെറ്റനെ കൂട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കേണ്ടിരിക്കും. കാരണം PVC മെറ്റ ഒരു ക്രിപ്റ്റോ ടോക്കൺ ആണ്, സ്മാർട്ട് കോൺട്രാക്ട് ടോക്കൺ ആണ്. ഒരിക്കലും സാധാരണ വിപണിയിലുള്ള 20,000 ക്രിപ്റ്റോ കറൻസി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ പേൾവെയിൻ ബിസിനസ് അന്ന് പറഞ്ഞ പോലെ മുമ്പേ പറഞ്ഞ പോലെ പേൾവെയിനും മറ്റ് MLM കമ്പനിയിലും എന്ത് വ്യത്യാസമുണ്ടോ അതുപോലെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു PVC മെറ്റയും കോൺട്രിബ്യൂഷൻ നമ്മുടെ മറ്റ് ക്രിപ്റ്റോ കറൻസികളും തമ്മിൽ. ഇന്ന് നമ്മൾക്ക് PVC മെറ്റ ഇറ്റ് ഈസ് എ സ്മാർട്ട് കോൺട്രാക്ട് ടോക്കൺ ആണ്. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു മൾട്ടിപർപ്പസ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കറൻസിയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് BSD കൊടുത്ത് നമ്മൾ ബിനാൻസിന്റെ സ്മാർട്ട് ചെയിനിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഇടപാടുകൾ ഇപ്പോൾ നടക്കുന്നത്. ദയവായി മനസ്സിലാക്കണം. കാരണം നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ സപ്പോർട്ട് ആവശ്യമില്ല. ഈ പേൾവെയിനെ സംബന്ധിച്ച് പേൾവെയിന് സ്വന്തമായിട്ട് ഓൺ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. പക്ഷെ തുടക്കത്തില് ഈ ബ്ലോക്ക് ചെയിനിൽ വന്നുകൊണ്ട് വീണ്ടും സ്വന്തം ചെയിനിലേക്ക് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എന്ന് പറയുന്ന കറൻസി ആളുകളെ വളരെ എക്സ്പീരിയൻസ് സ്വന്തം നോളജ് ചെയിനിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് സൊല്യൂഷൻ ഫോർ ഓൾ ഡിജിറ്റൽ വേൾഡ്. ഇവിടെ ഡിജിറ്റലായിട്ടുള്ള എല്ലാ മറ്റു ഒരു സൊല്യൂഷൻ ആയിരുന്നു പോലും ഒരുപാട് ആളുകൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ. അതായത് അവരുടെ പല ചെയ്യുന്ന പല കോൺട്രാക്ട്സിന് ആവശ്യമില്ല. കമ്പനികൾക്കും പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരേപോലെ ഉപയോഗിക്കാൻ നമ്മൾ പരസ്പരം അറിയുന്ന കാര്യങ്ങൾ പരസ്പരം മാത്രമാണ് ചെയ്യുന്നത്. ഒരു കോൺട്രാക്ട് ആണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള പാലക്കാട് സുരേഷ് പണിക്കർ സാറാണ് അടുത്ത സെഷൻ കൈകാര്യം. ചോദിച്ചാലും ഞാൻ നിരന്തരമായിട്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഏത് മേഖല ഫേസ്ബുക്കിന്റെ പേര് മാറ്റി അതിൽ എന്തെങ്കിലും പ്രാവണ്യം അദ്ദേഹത്തിനുണ്ട്. മെറ്റ അതുപോലെ എന്ന് പറയുന്ന ഒരു ആധുനിക ടെക്നോളജി എടുത്തു തന്ന ഗ്രേറ്റ് ലീഡർ കംപ്ലീറ്റ് ഒരു 3D ചിത്രങ്ങളും കാര്യങ്ങളും കയ്യിൽ വെച്ചിരിക്കുന്ന ഭയങ്കരമായിട്ട് ഇന്ന് പ്രചരിക്കുന്ന ഒരു സംഭവമാണ്. 10-20 വർഷം ബെന്നി തോമസ് കഴിഞ്ഞ ചെറിയ പാത്രങ്ങളൊക്കെ നമുക്ക് ഒരു 3D പ്രിന്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരു കണക്ട് ചെയ്താൽ കേരളത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോയ്സ് ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് 3D പ്രിന്റിംഗ് വെറുതെ യൂട്യൂബിൽ അടിച്ച് ശിവദാസ് സാറ് ഒരു സെക്കൻഡ്, കാരണം 2-3 കേബിൾ പ്ലാസ്റ്റിക് കേബിൾ കണക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കഥകൾ ആവശ്യമുള്ള രൂപത്തിൽ സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അടുത്തടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് സ്വന്തം വീട്ടിൽ നിങ്ങൾ ക്ലാസ് വാങ്ങിക്കാൻ പോകണം, എടുക്കാൻ പാടില്ല. നിങ്ങളുടെ ടോയ്സ് ആയാലും പല കരകൗശല വസ്തുക്കളായാലും നമുക്ക്
പല ചെറിയ ചെറിയ സ്റ്റാച്ചു എല്ലാം നമുക്കത് ആദ്യമായിട്ട് ഞാൻ ട്രെൻഡിങ് പോലെ വന്ന് വീടുകൾ മാറിപ്പോയി. എന്തിനു വേണ്ടിയിട്ടാണ് പേൾവെയിൻ എന്ന് പറയുന്ന ഈ വലിയൊരു പ്രസ്ഥാനം ലോകത്ത് ഒരു ലോകത്ത് എന്തിനാ ഇങ്ങനെ ഒരു സിസ്റ്റം വരാൻ കാരണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സാധാരണ ഇതുവരെ നമ്മൾ ആദ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ അങ്ങനെ ഫോട്ടോ ഇമേജുകളാണ് നമ്മൾ ആദ്യം സെൻഡ് ചെയ്യുന്നത്. 54 പേര് പിന്നെ ഫോട്ടോ അന്ന് പിന്നെ വീഡിയോ കണ്ടവർക്ക് വീഡിയോസിന്റെ കാലം കുറച്ച് അനൗൺസ്മെന്റ് വീഡിയോസ് ഉള്ള ഒരു 3D ഇമേജ്, അതായത് ശരിക്കും ഇമേജുകൾ നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടി പോലെ ഒരു യൂട്യൂബാണ്, 50ഓളം കമ്പനികളാണ് യൂട്യൂബായിട്ട് നിരവധി കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലും അല്ല ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ എല്ലാ ഫോട്ടോ ഇമേജിലും കംപ്ലീറ്റ് ചെയ്യും. അത് ചേഞ്ച് ആക്കാൻ വേണ്ടി വരുന്ന അവിടെ നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നമ്മൾ ഫോൺ വിളിക്കാൻ, നമ്മൾ GB ഉപയോഗിക്കാൻ, നമ്മൾ ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി പൈസ ചെയ്യുന്ന പോലെ നമുക്ക് അന്ന് ഈ സിസ്റ്റം ഇതുപോലുള്ള കോൺട്രാക്ട് ടോക്കൺ നമുക്ക് അവൈലബിൾ കിട്ടിയേ പറ്റും. വളരെ കോൺട്രാക്ട് ഉള്ള PVC മെറ്റീരിയൽ മേഖലയിൽ അപ്പൊ PVC മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ 3D പ്രോഗ്രാം കൃത്യമായി ചെയ്യുന്ന സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞ വലിയ ചരിത്രം. ഇപ്പൊ അതിനെ കുറിച്ച് വളരെ ഒരു ആർട്ടിക്കിൾ എല്ലാം എന്താ പറയുക, മീഡിയാസ് വരുന്ന സാൻഡ് ബോക്സ് 81 ഡീസെൻട്രലൈസ്ഡ് ആളുകൾ അല്ലെങ്കിൽ മന എന്ന് മനസ്സിലാക്കിയ ആളുകൾ അവർ പുതിയതായിട്ട് പറഞ്ഞാല് ഡിജിറ്റൽ വേൾഡ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ആദ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് അത്ര ബൃഹത്തായ നമ്മുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡിഫറെന്റ് വിൽപ്പന ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. വെബ്സൈറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മൂലധന സ്മാർട്ട് കോൺടാക്ട് ഉണ്ടായിരിക്കണം. നമുക്ക് മറ്റുള്ള ഒരു ഇങ്ങനെ ഇപ്പൊ 80% ആളുകളാണ് ഒരു സിസ്റ്റം കമ്പയർ ചെയ്യാൻ പറ്റാത്ത മൊബൈൽ ഫോണിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 80% ആളുകളിൽ നിന്ന് നല്ലൊരു ടൈം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ ഇഷ്ടപ്പെടാൻ കാരണം 80% ചെറിയ ആളുകൾ മാറിയാലും ഈ സിസ്റ്റത്തിനെ സ്നേഹിക്കാനുള്ള കാരണം ഈ സിസ്റ്റത്തിൽ അവർ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഈ സാൻഡ് ബോക്സ്, ഡീസെൻട്രലൈസ്ഡ് പോലത്തെ സൈറ്റുകൾ ഒരു കറൻസി ടോക്കൺ അവൈലബിൾ ആണ്. പക്ഷേ അവർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത എല്ലാ അതിലെ പറഞ്ഞിട്ട് ഗെയിമാണെങ്കിലോ അങ്ങനെ തന്നെ യോജിക്കുന്ന ഒരു സമാനമായ ഡിജിറ്റൽ പോയിന്റ് ഉള്ള ലോകത്തിൽ നമുക്ക് സിമ്പിൾ നമ്മൾ കറൻസി അല്ലെങ്കിൽ ഒരേ ഡിജിറ്റൽ പോയിന്റ് ഞങ്ങളുടെ 4-5 ക്ലിക്കിനകത്ത് അതിനകത്ത് അവര് പറഞ്ഞിരിക്കുന്ന $100 ബില്യൺ ആണ് ഞങ്ങൾ നമ്മളെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. $100 ബില്യൺ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ വേണ്ടി പറയാം, ഏകദേശം 7 ലക്ഷം കോടി പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. അദ്ദേഹം അത് 2018 7 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ അന്ന് അത്രയും ആക്ച്വലി സിനിമയിൽ വേറുള്ള ഏറ്റവും വലിയ ബിസിനസ്മാൻ ആ സമയത്ത് വീണ്ടും ഈ പാട്ട് കണക്ക് പ്രകാരം 2015 ഇന്ത്യയിലെ ഏറ്റവും വലിയ അതൊക്കെ കൂട്ടിച്ചേർന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. 7 ലക്ഷം കോടിയാണ്. അപ്പൊ 7 ലക്ഷം കോടി സിസ്റ്റത്തിലെ ആദ്യത്തെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് 7 കോടി മുകേഷ് അംബാനിയുടെ ആസ്തിയേക്കാൾ. നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ അസറ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പൊ നമുക്കറിയാം ഒരു സാധാരണ സിസ്റ്റത്തിൽ ആ ഇൻവെസ്റ്റ്മെന്റ് സൂക്ഷിക്കാണ് വേറെ ആളുകളില്ല. ഒരു വെബ്സൈറ്റുകൾ കേരളത്തിൽ നിങ്ങൾ സൂക്ഷിക്കാൻ പറ്റും പരിശോധിക്കും ഒരു സംവിധാനം. അങ്ങനെ കൂടുതൽ ഞാൻ പഠിക്കാൻ ഡെപ്തിലേക്ക് ഞാൻ അതിന്റെ പേരാണ് കംപ്ലൈന്റ് വരുമ്പോഴാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല NFTs. പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജിറ്റ് ചെയ്യാം. അസറ്റുകൾ 150 രാജ്യങ്ങളെയും കൈകാര്യം അടക്കം
നമുക്ക് വെബ്സൈറ്റിൽ അവര് പ്രസിദ്ധീകരിച്ചു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ DPA അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ടോക്കൺ അതേപോലെ ഇന്റേണൽ ആയിട്ട് ഓഡിറ്റ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് വെച്ച് PVC മാത്രമല്ല അവർ ഓഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മളുടെ ചെറിയ കാര്യമല്ല നമ്മൾ ഈ ഉടമസ്ഥാവകാശം വന്ന് വലിയ പ്രശ്നങ്ങളാണ് നമുക്കറിയാം നമ്മൾ ബുദ്ധിമുട്ടുണ്ട് ഒരു DP പല കഷ്ണങ്ങളായിട്ടുള്ളതാണെന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ സ്വന്തമായി ഒരാൾ പോയിട്ട് അത് നോട്ടിലുള്ള ഓരോ നമ്പറും അതിന് സംഭവം നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ തെളിയിക്കാൻ വീണ്ടും വർഷങ്ങളോടുകൂടി പക്ഷെ ഇവിടെ അങ്ങനെ സുഖകരമായി ആളുകളെ എന്നെ സ്വീകരിക്കാൻ തുടങ്ങി നമ്മളൊരു കാര്യം രജിസ്റ്റർ ചെയ്താൽ മാറ്റാൻ പറ്റിയ പണക്കാരനായിട്ടില്ല ഫോർ എക്സാമ്പിൾ ഒരാളൊരു പാട്ട് പാടും ഇതേപോലെ കേരളത്തിലെ വലിയൊരു അദ്ദേഹം ഉടമസ്ഥാവകാശ സമ്പന്നന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ അന്ന് അത് ചെയ്തു വെക്കുന്നെങ്കിൽ ആ വ്യക്തി എന്നും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ആ ഉടമസ്ഥൻ ഒരിക്കലും മാറുന്നില്ല പക്ഷെ രണ്ടാമത് ആ വ്യക്തിക്ക് ഓണർഷിപ്പ് കിട്ടുന്നില്ല 30,000 കോടിക്ക് താഴെ ഓണർഷിപ്പ് കിട്ടുന്നുണ്ട് അതിന്റെ 25 ഇരട്ടി പുതിയ ഓണർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് പൈസ കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ഓരോരാളും ഇത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഒരു സൊസൈറ്റിയാണ് ഒരു സീക്രട്ട് സൊസൈറ്റിയാണ് ഡോക്ടറോട് ചെയ്യാൻ പ്രതിനിധിക്കാൻ പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതാണ് നമ്മുടെ ഒരു വലിയൊരു സൊസൈറ്റി എന്നാണ് യഥാർത്ഥ അവകാശം അദ്ദേഹത്തിന് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഓരോ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കിട്ടും ഞാൻ വീണ്ടും പറയാം ലോകത്തിലുള്ള മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഇന്ത്യയിലെ ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഡിജിറ്റലിലേക്ക് അവര് മൊത്തമായിട്ട് മാറേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സമയത്ത് നമ്മൾ ഒരു ബുദ്ധിമുട്ട് വന്ന് 80,000 ഓരോരുത്തരും പക്ഷെ എടുത്തിരിക്കുന്ന ആള് വീണ്ടും അതിൽ ഒരുപാട് ഡെവലപ്മെന്റ് ചെയ്യുന്നു. ബിൽഡിംഗ് കെട്ടുന്നു, വാടക കൊടുക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഈ ഓണർഷിപ്പ് കാരണം ഓണർഷിപ്പ് കംപ്ലീറ്റ് മാറി. അപ്പോ ഒരു ബിസിനസ് ഈ ഓണർ മാറുന്നില്ല. ഏത് വലിയ ബിസിനസ് ഈ ഫൗണ്ടർ എപ്പോഴും ഫൗണ്ടർ തന്നെ. ലോകത്തുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ പ്രോജക്റ്റിൽ എന്ത് നടന്നാലും അയക്ക് ഈ ബിസിനസ് കമ്മീഷൻ കൊടുക്കണം നിർബന്ധം. എന്തോ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ കൊടുക്കുന്ന ഒരു സർവീസ് ഒരു ഈ 5 ലക്ഷത്തിന് അവർ വിറ്റാത്തിൽ വന്നിരിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ആയ അത്രയും കമ്പനി സിസ്റ്റം ചെയ്യുന്നത് കണ്ടിരിക്കുന്ന നിലവിലെ മാസം ഈ വിപണിയിൽ ഡിജിറ്റലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ സർക്കാർ അതുകൊണ്ട് തന്നെ ഈസിയായി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആളുകൾ അതിനെ സ്വീകരിക്കാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളെ വീട്ടിലെ എങ്ങനെ കാറ്റുവെക്കാനാണ് PVC മറ്റേ വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ PVC മറ്റേ റോഡ് മാപ്പിന്റെ നമ്മുടെ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ റെഡിമെയ്ഡ് അന്നില്ല. അവിടെ നമ്മൾ ചില ആളുകൾ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ കറി മസാലയും കറി പൗഡറുകൾ ഉണ്ടാക്കി. രണ്ടാമത് എല്ലാവരും ഇന്ന് കറി പൗഡർ. മൂന്നാമത് അതുപോലെ നമ്മൾ പശുവിനെ നമ്മൾ വളർത്തി പുല്ല് കൊടുത്ത് അതിനെ കറന്ന് അത് നമുക്ക് കുറച്ച് ടെൻഷനും കുറച്ച് കാര്യങ്ങളും അത് ഇത്രയും സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് ഫാസ്റ്റും അവൈലബിൾ ആയി ഇത്രയും ലോങ് ആയിട്ട് ജനറേഷൻ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് വലിയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിലെ ഏറ്റവും സൊസൈറ്റികളും പ്രസ്ഥാനങ്ങളും അവർ ലോകത്തിന്റെ മൊത്തം വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച റിസർച്ച് ചെയ്ത് അതിനൊരു പരിഹാരം എല്ലാവരും അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. സിസ്റ്റത്തിന്റെ രീതി എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയോടെ ലളിതമാക്കി കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സിസ്റ്റം സക്സസ്ഫുൾ ആവൂ എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും സമയം കുറെ വൈകിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഡൊണേഷൻ, അതുപോലെ സിമ്പിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ്, ക്രോസ് കൺട്രി ട്രാൻസാക്ഷൻ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന PVC മെറ്റാ ടോക്കൺ വലിയൊരു കാര്യം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റും. ദയവായിട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 3-4 വീണ്ടും പറയുന്നു, വളരെ സിമ്പിൾ, വളരെ ഈസി,
വളരെ ലളിതമായ രീതിയിലായിരിക്കും PVC മെത്തേഡ് അടുത്ത ലെവലുള്ള പോക്കും. അതിന് നമ്മൾ ആകെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നുണ്ട്. PVC മെത്തേഡിനെ കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ ചെയ്യാനുള്ള പേൾവിൻ ഇന്റർനാഷണൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ റെഫർ ചെയ്യൂ, നിങ്ങൾ അടുത്ത ആളുകളിൽ ഇത് പരിചയപ്പെടുത്തൂ. അത് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രസ്ഥാനം, ഈ സിസ്റ്റത്തിനെ, ഈ മെറ്റേനെ എത്തിക്കുക എന്ന ഒറ്റ കാരണം, അതിൽ നമ്മൾ ടീം ബിൽഡ് ചെയ്യുക എന്ന കാര്യം മാത്രമാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്. സമയം കുറെ ഓവറായിട്ട് എടുത്തിട്ടുണ്ട്, ക്ഷമിക്കണം. നമ്മുടെ ഗ്രേറ്റ് ലീഡർ സുരേഷ് സാറിന്റെ ക്ലാസ് ആണ് അടുത്തുള്ളത്. സമയം കൂടുതലായി തോന്നുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇതിനെ കൂടുതൽ ചർച്ച ചെയ്യാൻ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചോദിക്കാം. താങ്ക് യു ഓൾ ലീഡേഴ്സ്. എന്നെ ശ്രമിച്ചതിന് നന്ദി. താങ്ക് യു. ഷാജി സാർ കേൾക്കാനോ? കേൾക്കാം സാർ. താങ്ക് യു. വളരെ മനോഹരമായി സാർ നമ്മളോട് സംവദിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഒരുപാട് ലെജൻഡുകളായ ആളുകൾ വന്നിരുന്നുണ്ട്. എല്ലാവരും ഈ സിസ്റ്റത്തെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായി അറിയാൻ വരുന്നവരാണ്. NFT കുറിച്ച് സാർ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വെറും സാധാരണക്കാർ എന്ന് ഞാൻ പറഞ്ഞത് നിരീക്ഷണ ബുദ്ധിയോടുകൂടിയ ഒരു സിസ്റ്റത്തിനെ, നിരീക്ഷണ ബുദ്ധിയുടെ സിസ്റ്റത്തെ മാത്രമല്ല, ഏതൊരു ചെറിയ വസ്തുവിനെ പോലും നിരന്തരമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കാണുന്ന കാഴ്ചകൾ ഒരു പക്ഷേ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് കാണാൻ കഴിയില്ല. ഒരു ചെറിയ പൂവിൽ പോലും അതിന്റെ പ്രത്യേകത നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൈസൂർ അശോകൻ സാറുടെ വാക്കുകൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഗ്രേറ്റ് വോയിസ്. താങ്ക് യു അശോകൻ സാർ, താങ്ക് യു. അതുപോലെ സാറിൽ നിന്ന് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ മീറ്റിങ്ങുകളിൽ വന്നിരിക്കുക, നമ്മുടെ ലിങ്കുകൾ ആരും പറയാതെ തന്നെ കൈമാറുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. താങ്ക് യു അശോകൻ സാർ, താങ്ക് യു.